ഹായ് ഓൾ. അപ്പൊ എന്റെ പേര് സഹല എന്നാണ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് റിലീജിയൻ ആണ്. നമ്മുടെ പേപ്പർ കോഡ് MSCU 3 ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ സെക്കൻഡ് യൂണിറ്റിലോട്ടാണ് പോകുന്നത്. അപ്പൊ സെക്കൻഡ് യൂണിറ്റിന്റെ പേര് എന്ന് പറയുന്നത് ആന്ത്രോപോളജിക്കൽ അപ്രോച്ചസ് ആണ്. അപ്പൊ നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത്. സോ ഇത് നമ്മുടെ പാർട്ട് 1 ആണ്. ഓക്കെ. അപ്പൊ നമ്മള് മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഈ യൂണിറ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു യൂണിറ്റ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ എഴുതാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ആഫ്റ്റർ സ്റ്റഡിങ് ദിസ് യൂണിറ്റ് യു ഷുഡ് ബി ഏബിൾ ടു, നമുക്ക് എഴുതാനായിട്ട് പറ്റണം. എന്തൊക്കെയാണ്? ഡിസ്കസ് ദ ഒറിജിൻ ഓഫ് റിലീജിയൻ തിയറീസ്. റിലീജിയൻ ഫോം ചെയ്ത് വന്നത്, സമൂഹത്തിൽ റിലീജിയൻ ഉൾത്തിരിഞ്ഞ് വന്നതിന്റെ ബേസിസ് ആയിട്ട് കുറച്ച് തിയറീസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് തിങ്കേഴ്സ് ഒക്കെ ഇന്ന രീതിയിലൊക്കെയാണ് റിലീജിയൻ വന്നത് എന്നുള്ളത്. റിലീജിയന്റെ ഒറിജിന്റെ ബേസിസിൽ കുറെ തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ ആനിമിസം പോലത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ തിങ്കേഴ്സ് എങ്ങനെ മതം സമൂഹത്തിൽ ഉൾത്തിരിഞ്ഞ് വന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റിലീജിയസ് തിയറീസിൽ നോക്കുന്നത്. അടുത്തത് ദർക്കേം ആൻഡ് സാക്രഡ്. എമൽ ദുർക്കേം എന്താണ് മതത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു എമൽ ദുർക്കേം എന്താണ് സാക്രഡ്, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എമൽ ദുർക്കേമിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുക. അടുത്തത് വ്യൂയിങ് റിലീജിയൻ ആസ് എ കൾച്ചറൽ സിസ്റ്റം. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് മതം ഉൾത്തിരിഞ്ഞു വന്നത്, അല്ലെങ്കിൽ സംസ്കാരത്തിനെ മതം എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നുണ്ട്. അടുത്തത് ഔട്ട്ലൈൻ ദി മാർക്സിസ്റ്റ് വ്യൂ പോയിന്റ്. കാൾ മാർക്സിന്റെ വ്യൂ പോയിന്റിൽ എന്താണ് മതം, എങ്ങനെയാണ് മതം സമൂഹത്തിനെ സ്വാധീനിക്കുന്നത്, മതത്തിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം സമൂഹത്തിൽ ഉണ്ട് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മാർക്സിസ്റ്റ് വ്യൂ പോയിന്റ് ഓഫ് റിലീജിയനിൽ നോക്കിക്കാണാം. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻട്രഡക്ഷനിലോട്ട് പോകാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എന്താന്ന് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ആന്ത്രോപോളജിക്കൽ അപ്രോച്ചിൽ കൂടെയാണ് മതം എന്താണ് സമൂഹത്തിൽ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ആദ്യം ആന്ത്രോപോളജിക്കൽ അപ്രോച്ച് എന്താണെന്നുള്ളതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ വേണം അല്ലെ. അപ്പൊ ആന്ത്രോപോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? നരവംശാസ്ത്രപരമായിട്ട്, അതായത് മനുഷ്യന്റെ കൾച്ചറലും സാംസ്കാരികപരമായിട്ടും അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതായത് മനുഷ്യന്റെ ഇത്രയും കാലത്ത് ഇതിലൂടെ എങ്ങനെ മതം വന്നു എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുക. അപ്പോ സോഷ്യൽ ആന്ത്രോപോളജി വെച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോ റൂട്ട്സ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദി വർക്ക്സ് ഓഫ് ഏർലിയർ സ്കോളേഴ്സ്. അതായത് ഇതിന്റെ റൂട്ട്, ഇതിന്റെ വേരുകളൊക്കെ ഈ സോഷ്യൽ ആന്ത്രോപോളജിയിൽ എങ്ങനെ നമുക്ക് മതത്തിനെ പഠിക്കാം തുടങ്ങിയ കാര്യങ്ങളുടെ വേരുകളൊക്കെ നമുക്ക് കുറച്ച് മുമ്പുള്ള തിങ്കേഴ്സിന്റെയും സ്കോളേഴ്സിന്റെയും വർക്കിൽ കൂടെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി, ശാസ്ത്രീയപരമായിട്ട് ഇങ്ങനത്തെ സമൂഹത്തിലെ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇത് വെച്ചിട്ടുള്ള ഒരു കമ്പയർ ചെയ്തിട്ടുള്ള പഠനം, അതായത് സമൂഹവും മതവും എങ്ങനെ ആന്ത്രോപോളജിക്കലി കണക്ട് ചെയ്യുമെന്നുള്ള രണ്ടും കമ്പയർ ചെയ്തുകൊണ്ടുള്ള പഠനങ്ങളൊക്കെയുള്ള ആളുകളുടെ പഠനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഇതിന്റെയൊക്കെ പ്രൈമറി ഒബ്ജക്റ്റീവ്, അതായത് എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ആന്ത്രോപോളജിയിൽ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ആന്ത്രോപോളജിക്കൽ അപ്രോച്ചിൽ കൂടെയൊക്കെ നമ്മൾ എന്തിനാണ് മതത്തിനെയും മതം എങ്ങനെയാണ് സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മതം എങ്ങനെ ഉൾത്തിരിഞ്ഞ് വന്നു, അല്ലെങ്കിൽ അതിന്റെ എവല്യൂഷണറി സ്റ്റേജസ് എന്തൊക്കെയാണ്. അതായത് പണ്ടുള്ള ഫോമിലല്ല മതം ഇന്ന് നിലനിൽക്കുന്നത്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, അത് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണോ, എങ്ങനെയാണ് മതം സമൂഹത്തിൽ ഉൾത്തിരിഞ്ഞ് വന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആന്ത്രോപോളജിക്കൽ തിയറീസ് ഇങ്ങനെ ഇതിന്റെ തുടക്കകാലത്ത്, അതായത് ഇതിന്റെ തുടക്കകാലത്ത് ആന്ത്രോപോളജിക്കലി നമ്മൾ മതം പഠിക്കുന്ന, അല്ലെങ്കിൽ ഈ ആന്ത്രോപോളജിക്കൽ സ്റ്റഡീന്റെ ഒക്കെ തുടക്കകാലത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ടല്ലോ. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നായിരുന്നു മതവും കിൻഷിപ്പും. മതം, റിലീജിയൻ, കിൻഷിപ്പ് എന്ന് പറയുന്നത് ബന്ധുത്വം അല്ലെങ്കിൽ ബ്ലഡ് ബോണ്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളൊക്കെ, സമൂഹത്തിലുള്ള ബ്ലഡ് ബോണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധുത്വത്തിന്റെ ബേസിസിലുള്ള റിലേഷൻഷിപ്പുകളും മതവും, ഈ രണ്ടെണ്ണമായിരുന്നു മെയിൻ ആയിട്ട് ആന്ത്രോപോളജിക്കൽ അപ്രോച്ചിന്റെ ഒരു ബേസിസിൽ, അല്ലെങ്കിൽ സോഷ്യൽ ആന്ത്രോപോളജിക്കൽ അപ്രോച്ചിന്റെ ബേസിൽ അന്നത്തെ ഇതിൽ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നാകുമ്പോഴത്തേക്കും കുറച്ച് വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി, വളരെയധികം സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്റ്റായി മാറി തുടങ്ങി അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇത് രണ്ടും പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കും. അതുപോലെ തന്നെ റിലീജിയൻ എന്നത് പ്രൈമറലി എവിടെയാണ്
ഒറിജിനേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റിലീജിയൻ പ്രൈമറിലി ഒറിജിനേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ തിങ്കിങ്ങും ക്വസ്റ്റ്യനിങ്ങും നേച്ചറിലൂടെയാണ്. അതായത് മനുഷ്യന്റെ ചിന്താശേഷിയിലൂടെയും അതുപോലെ തന്നെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാനും ചോദ്യം ചെയ്യാനുള്ള ആ ഒരു ത്വരയിലും കൂടെയാണ് എന്ത് വന്നത്, റിലീജിയൻ വന്നത് എന്നുള്ളതാണ് ആന്ത്രോപോളജിക്കൽ വ്യൂവിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അതായത് മനുഷ്യൻ തന്റെ സുപ്പീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ തനിക്ക് മുകളിൽ നിൽക്കുന്ന ഏതിനെയോ അതിനെയൊക്കെ അത് എന്തുകൊണ്ടാണ് തന്നെക്കാളും ശക്തിയുള്ളത് എന്നുള്ളത് ആലോചിച്ചു തുടങ്ങി. അല്ലെങ്കിൽ തന്റെ ചുറ്റും തനിക്ക് അതീതമായി നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണമൊക്കെ തേടി പോവാണ്. അതിന്റെ ബേസിലാണ് മതം വന്നത് എന്നുള്ളതാണ് ആന്ത്രോപോളജിക്കൽ വ്യൂവിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി ലെസൺ മുന്നേറുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളപ്പോ ഒറിജിൻ തിയറീസ്, നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒറിജിൻ തിയറീസ് ആണ്. നമ്മൾ ഇവിടെ നോക്കുന്നത് മതം ഒറിജിനേറ്റ് ചെയ്യാതെ വരാനായിട്ട്, അതായത് സമൂഹത്തില് മതം ഒറിജിനേറ്റ് ചെയ്ത് വരാനായിട്ട് അല്ലെങ്കിൽ വന്നത് എന്ന് പറയുന്നത് കുറച്ച് സോഷ്യോളജിസ്റ്റുകൾ പല രീതിയിലാണ് പറയുന്നത്. ഇത്തരത്തിൽ വന്നു അല്ലെങ്കിൽ പല രീതിയിലും പല സോഷ്യോളജിസ്റ്റുകളും അല്ലെങ്കിൽ പല ചിന്തകർക്കും പല അഭിപ്രായമാണ് ഉള്ളത്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഒറിജിൻ തിയറീസ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മുടെ തിങ്കർ എന്ന് പറയുന്നത് എഡ്വേർഡ് ടൈലർ ആണ്. അപ്പൊ ടൈലർ എങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുള്ളത്? ടൈലർ ഇസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി. സോഷ്യൽ ആന്ത്രോപോളജിയുടെ പിതാവ് എന്നാണ് എഡ്വേർഡ് ടൈലർ അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് കോംപ്രിഹെൻസീവ് ആന്ത്രോപോളജിക്കൽ ഡെഫിനേഷൻ കൊടുക്കുന്നത് റിലീജിയന്. അപ്പൊ എന്താണ് അദ്ദേഹം കൊടുത്ത റിലീജിയൻ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് അദ്ദേഹം റിലീജിയൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. According to Taylor, two phenomena that would be most thought-provoking for early humans were the phenomena of dream and death. അതായത് മനുഷ്യന് അന്ന് ഏറ്റവും പ്രവോക്ക് ചെയ്തിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമായിരുന്നു. തോട്ട് ഓഫ് ഡ്രീമും തോട്ട് ഓഫ് ഡെത്തും. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ സ്വപ്നത്തിനെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അന്നത്തെ മനുഷ്യൻ. അപ്പോ സ്വപ്നവും മരണവുമാണ്. മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. അതായത് നോർമലി ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം മരിക്കുകയാണ്. മരിക്കുമ്പോൾ ചലനമില്ല, ഒന്നുമില്ല, അങ്ങ് കഴിഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ മരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. അതുപോലെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്നും മനുഷ്യന് അറിഞ്ഞൂടാ. ഇത് രണ്ടും മനുഷ്യന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു. അപ്പൊ ഇതിന്റെ ബേസിൽ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പൊ ഫിനോമിന ഓഫ് ഡെത്തും ഫിനോമിന ഓഫ് ഡ്രീമും ഈ രണ്ടും ഒരു വളരെ ബേസിക് ആയിട്ടുള്ള തോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന ഫിനോമിന ആയിരുന്നു ആര് പറഞ്ഞത്? ടൈലർ പറഞ്ഞത്. അടുത്തത്, observation and thinking of primitive humans came to believe in the existence of supernatural beings or souls. പിന്നെ തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ ഒബ്സർവ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ എല്ലാം ശ്രദ്ധിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പം ആലോചിച്ചു തുടങ്ങി, ചിന്ത കൂടി മനുഷ്യന്റെ. അപ്പം ഇടി കിട്ടുന്നു, അപ്പൊ എന്താണ് ഇടിയും മിന്നലും വരാനുള്ള റീസൺ എന്താണ് എന്നുള്ളത് ആലോചിച്ചു തുടങ്ങുകയാണ്. അപ്പൊ അത് ഒബ്സർവ് ചെയ്യാണ് ആദ്യം പോയി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് എന്നുള്ളത് ആലോചിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒബ്സർവേഷനും തിങ്കിങ്ങും എന്ത് കൊടുത്തു? എക്സിസ്റ്റൻസ് ഓഫ് സൂപ്പർ നാച്ചുറൽ ബീങ്സ് ഓർ സോൾ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചിന്തകളൊക്കെ മനുഷ്യന് അതീതമായിട്ടുള്ള, മനുഷ്യനെക്കാളും കഴിവുള്ള, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യനെ നിയന്ത്രിക്കാൻ തക്കവണ്ണം കഴിവുള്ള ആരൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു രീതിയിലോട്ട് മനുഷ്യൻ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ സോൾ, ആത്മാവിലുള്ള വിശ്വാസം വരികയാണ്. അതായത് മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, ഇത് പോകുമ്പോഴാണ് മനുഷ്യന്റെ ജീവൻ പോകുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചനയിലൂടെയും ഇങ്ങനെ നോക്കിയിട്ടും എല്ലാവരുടെയും ഒബ്സർവേഷനിലൂടെയും തിങ്കിങ്ങിലൂടെയും മനുഷ്യൻ മനസ്സിലാക്കുകയാണെന്നുള്ളതാണ്. അപ്പോ ടൈലർ ഇത് തന്നെയാണ് പറഞ്ഞത്, സൂപ്പർ നാച്ചുറൽ തിങ്സിലുള്ള വിശ്വാസത്തിലൂടെയാണ് എന്ത് വന്നത്, മതം സമൂഹത്തിൽ ഒറിജിനേറ്റ് ചെയ്ത് വന്നത് എന്നുള്ളതാണ് ഇവിടെ ടൈലർ പറയുന്നത്. അപ്പോ all other dimensions of religion according to him arouse out of this basic belief in soul or supernatural being. അതായത് റിലീജിയന്റെ എല്ലാ ഡയമെൻഷൻസും, അല്ലെങ്കിൽ റിലീജിയൻ എങ്ങനെയൊക്കെ വന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് വന്നത്? ഈ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ബീയിങ്ങിലുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ ആത്മാക്കളിലേക്കുള്ള വിശ്വാസമാണ്. അതായത് മനുഷ്യന് അതീതമായിട്ടുള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ ബേസിലാണ് റിലീജിയൻ അല്ലെങ്കിൽ മതം സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്? എഡ്വേർഡ് ടൈലർ പറയുന്നത്. ആൻഡ് ഇത് തന്നെയാണ് ആനിമിസം എന്നുമാണ് ടൈലർ പറയുന്നത്. അപ്പോ മനുഷ്യന് അതീതമായിട്ടുള്ള ഒരു ശക്തി ഉണ്ട്, ആ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, ആ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിലുള്ള വിശ്വാസമാണ് മനുഷ്യനെ റിലീജിയനിലോട്ട് എത്തിക്കുന്നത്. അപ്പോ ഇതാണ് ആനിമിസം എന്ന് പറയുന്നത് എന്നാണ് ആര് പറയുന്നത്? എഡ്വേർഡ് ടൈലർ പറയുന്നത്. നമുക്കിനി അടുത്തതിലോട്ട് പോകാം. അപ്പോ ഇനി ആനിമിസത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. ആനിമിസം റോസ് മെനി അതർ ആസ്പെക്ട് ഓഫ് റിലീജിയൻ. ആനിമിസം വളരെ കുറച്ചും കൂടെ ആസ്പെക്ടുകൾ കൊടുക്കുകയാണ് റിലീജിയന്. ആനിമിസത്തിൽ കൂടെ പുതിയ പുതിയ ആസ്പെക്ടുകൾ വരികയാണ് മതത്തിലോട്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ലൈക്ക് റിച്വൽ ഓഫ് സാക്രിഫൈസ്. സാക്രിഫൈസ് വരികയാണ് അവിടെ. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ബലി കൊടുക്കല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആനിമിസത്തിന്റെ ബേസ്. അതായത് തനിക്കും വലിയൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് പവർ ഉണ്ടെന്നാണല്ലോ മനുഷ്യൻ വിശ്വസിക്കുന്നത്. ആ ആ ഒരു ശക്തിനെ പ്രീതിപ്പെടുത്താൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ ആരാധിക്കുകയാണ്, അതിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബേസിലാണ് റിച്വൽ ഓഫ് സാക്രിഫൈസ് എന്നുള്ള ഒരു സംഭവം വരുന്നത്. അപ്പോൾ പ്രോസസ് ഓഫ് സാക്രിഫൈസ് entails a separation of soul from the body of the and the later is directed towards certain goals എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഈ ഒരു സാക്രിഫൈസിന്റെ ഒരു ബേസ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. ആത്മാവിനെ വേർപെടുത്തുന്ന എന്തിനാണ്? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കാനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ജീവിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതൊരു ജീവജാലത്തിൽ നിന്നും ആത്മാവിനെ എടുക്കുകയാണ്, സോളിനെ എടുക്കുകയാണ് ശരീരത്തിൽ നിന്ന്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാക്രിഫൈസ് പറയുന്നത്. ജീവൻ സാക്രിഫൈസ് ചെയ്യാണ് എന്തെങ്കിലും ഒരു ഗോൾ നടക്കാനായിട്ട്. ഇപ്പോ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ, കേരളത്തിലൊക്കെ മന്ത്രവാദത്തിന്റെ ഒക്കെ ബേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് നിധി കിട്ടാനായിട്ട് ആൾക്കാരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞത് ആ ഒരു ഗോളാണ്. ആ നിധി എന്നുള്ള ഗോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്? ഈ മനുഷ്യ ശരീരത്തിൽ നിന്നും ആത്മാവിനെ എടുക്കുകയാണ്. അതാണ് ആ ഒരു പ്രോസസ്സാണ് എന്താണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. ഇത് വന്നത് എന്തിന്റെ ബേസിലാണ്? ആനിമിസത്തിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങി വന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആരാ പറയുന്നത്? ടൈലർ പറയുന്നത്. അപ്പോ റിച്വൽ ഓഫ് സാക്രിഫൈസ് കസ്റ്റംസ് വർ വൈഡ് സ്പ്രെഡ് ഇൻ ചൈന. അപ്പൊ ഇതൊക്കെ അന്നത്തെ കാലത്ത് വളരെയധികം കൂടുതലായിട്ട് നടക്കുന്നത് ചൈനയിലായിരുന്നു. ചൈനയിലെ വിക്കിങ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ഇടയിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഗോത്രത്തിന്റെ ഇടയിൽ ഇത് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ഈജിപ്തിലും ഇത് വളരെയധികമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസിലൊക്കെ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ ബിലീഫ് ഇൻ ഹെവൻ ആൻഡ് ഹെല്ല്, അതുപോലെ തന്നെ സ്വർഗത്തിലും നരകത്തിലുമുള്ള വിശ്വാസം. അതായത് മരിച്ചു കഴിഞ്ഞാൽ നമ്മള് നരകത്തിൽ പോവോ സ്വർഗത്തിൽ പോവോ എന്നുള്ളൊരു ചിന്ത. ഇവിടെയുള്ള ജീവിതത്തിൽ, അതായത് ഇഹലോകത്ത് നല്ലതുപോലെ ചെയ്താലാണ് നമുക്ക് പരലോകം ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു ചിന്ത. അങ്ങനെ ഇതൊക്കെ നമ്മളുടെ ഐഡിയ ഓഫ് സോൾ ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ ലൈഫ്, ഇവിടെ നമ്മൾ മരിച്ച ഇതല്ല, ഇനി നമ്മൾ ഒരു ജന്മം കൂടി ഉണ്ട് നമുക്ക്, അവിടെ നിന്നാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് നരകത്തിൽ പോകുന്നൊക്കെ തീരുമാനിക്കുക. ഈ ഒരു വിശ്വാസമൊക്കെ മനുഷ്യരെ കൂടുതലും റിലീജിയനിലോട്ട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ആര് പറഞ്ഞത്? എഡ്വേർഡ് ടൈലറിന്റെ ഒപ്പീനിയനിലാണ്. അപ്പൊ എഡ്വേർഡ് ടൈലർ ആണ് ആനിമിസത്തിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ ആദ്യത്തെ ഒറിജിൻ തിയറി എന്താണ്? ആനിമിസത്തിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? എഡ്വേർഡ് ടൈലർ. അപ്പൊ അടുത്ത് നമുക്ക് പറഞ്ഞ ആരാണ്? സ്പെൻസർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണ് റിലീജിയൻ വന്നിട്ടുള്ളത് എന്നുള്ള, ആന്ത്രോപോളജിക്കലി എങ്ങനെ റിലീജിയൻ സൊസൈറ്റിയിൽ ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളതിന് സ്പെൻസർ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പൊ സ്പെൻസർ എക്സ്പ്ലെയിൻഡ് റിലീജിയൻ ആസ് റേസിംഗ് ഔട്ട് ഓഫ് ഫിയർ ഓഫ് ഗോസ്റ്റ്. നമുക്ക് ഈ പ്രേതങ്ങളിലും അങ്ങനത്തതിലുള്ള ഒരു ഭയമാണ് എന്ത് വന്നത്? ആ ഒരു ഭയത്തിലൂടെയാണ് മതം സമൂഹത്തിൽ ഉൾത്തിരിഞ്ഞു വന്നതെന്നാണ് സ്പെൻസർ പറയുന്നത്. അപ്പോ ഈ ടൈലർ പറയുന്നത് പോലെ വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള തോട്ട്, അതിന്റെ ചുറ്റുമുള്ളതൊക്കെ കണ്ട് അതിനെ റിഫ്ലക്ട് ചെയ്ത് റാഷണലി തിങ്ക് ചെയ്തൊന്നും അല്ല വന്നതെന്നാണ് ആര് പറയുന്നത്? സ്പെൻസർ പറയുന്നത് ജസ്റ്റ് ഇതുപോലെ ഒരാളൊക്കെ മരിക്കുന്നു തന്റെ മുമ്പില്, നൈസായിട്ട് ഓടിച്ചാടി നടന്ന ആൾക്കാരൊക്കെ മരിക്കുന്ന സമയത്ത് ഇവരുടെ ഗോസ്റ്റ് ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ടാവുകയാണ് മനുഷ്യര്. അപ്പോ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് എന്ത് ചെയ്യാണ്? ദൈവത്തിലോട്ട് പോകാനായിട്ടാണ് മനുഷ്യർ ശ്രമിക്കുന്നത്. അതായത് ഈ ഒരു ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ നല്ല ശക്തിയിലോട്ട് പോകണം എന്നുള്ള ഒരു വിശ്വാസം. അങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഫ്രൈറ്റൻഡ് ആയിട്ടുള്ള തോട്ടിൽ നിന്നും, ഈ പേടിപ്പെടുത്തുന്ന ഈ ഒരു തോട്ടിൽ നിന്നൊക്കെ പുറത്തോട്ട് വരാനായിട്ട് ദൈവത്തിലോട്ട് കൂടുതൽ അടുക്കണം എന്നുള്ള വിശ്വാസത്തിലൂടെ അതായത് മതത്തിലോട്ട് വന്നു എന്നുള്ളതാണ് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത് ഇവിടെ. അടുത്ത് നമുക്ക് മാക്സ് മുള്ളറിന്റെ കോൺസെപ്റ്റ് എന്താ നോക്കാം. മാക്സ് മുള്ളർ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റ് ആണ്. ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഭാഷയുടെ ബേസ് അല്ലെങ്കിൽ റിലീജിയൻ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. റിലീജിയനിലൂടെയാണ് മതം ഒറിജിനേറ്റ് ചെയ്ത് വന്നത്, അല്ലെങ്കിൽ മതം കൂടുതൽ സ്വീകാര്യമായ ആളുകളിലോട്ട് എത്തിയത് എന്നാണ് മാക്സ് മുള്ളർ പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ലാംഗ്വേജിൽ കൂടെ നമ്മൾ ലിറ്ററേച്ചറുകൾ ഒറിജിനേറ്റ് ചെയ്ത് വന്നു, അതായത് കവിതകളും കഥകളും ഒക്കെ. അപ്പൊ നമ്മളുടെ പണ്ടത്തെ കാലത്തെ കഥകളിലും കവിതകളിലും ഒക്കെ എന്താണ്? പ്രകൃതിയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതായത് സൂര്യനെ വളരെ പവർഫുൾ ആയിട്ട് കാണിക്കുന്ന റൈറ്റിംഗ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ചന്ദ്രനെ ഉണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ തങ്ങളെക്കാളും വളരെ പവർഫുൾ ആണ് എന്നുള്ളൊരു ബോധം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ലിറ്ററേച്ചറിൽ കൂടെ, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിൽ കൂടെ മനുഷ്യന്റെ ഉള്ളിലോട്ട് വരികയാണ്. അപ്പൊ അതിലൂടെ തന്നെ മനുഷ്യൻ വിശ്വസിക്കുകയാണ് ഇത് തനിക്ക് അതീതമായിട്ടുള്ള പവർ ഉള്ള, ഫോഴ്സ് ഉള്ള സംഭവങ്ങളാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഓട്ടോമാറ്റിക്കലി ഫോം ചെയ്യുകയും ഇവരെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്യാണ്. അങ്ങനെ മതം കൂടുതലും മനുഷ്യരിലോട്ട് എത്തി, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിലോട്ട് കുറച്ചും കൂടെ സ്പ്രെഡ് ആയി എന്നാണ് മാക്സ് മുള്ളർ പറയുന്നത്.
അപ്പൊ നമുക്ക് അടുത്ത എന്തൊക്കെയാന്ന് നോക്കാം. അടുത്ത ആന്ത്രോപോളജിക്കൽ തിയറീസ് ഓഫ് ഒറിജിൻ, അതായത് നമ്മൾ ഇതുവരെ നോക്കിയത് എന്തായിരുന്നു? ആദ്യം ആനിമിസം നോക്കി, പിന്നെ സ്പെൻസർ പറഞ്ഞ ബിലീഫ് ഇൻ ഗോസ്റ്റ് നോക്കി, അല്ലെങ്കിൽ ഗോസ്റ്റിനെ പേടിച്ചിട്ട് നമ്മൾ മനുഷ്യൻ മതത്തിലോട്ട് അടുത്തു എന്നാണ് സ്പെൻസർ പറഞ്ഞിട്ടുള്ളത്, അത് നോക്കി. പിന്നെ മുള്ളർ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? മുള്ളർ പറഞ്ഞത് ലാംഗ്വേജിന്റെ ബേസിസിലാണ് റിലീജിയൻ സമൂഹത്തിൽ ഒറിജിനേറ്റ് ചെയ്ത് വന്നതെന്നുള്ളത് നോക്കി. അടുത്ത നമ്മൾ നോക്കുന്നത് ആനിമിറ്റിസം ആൻഡ് മന, അതർ ആന്ത്രോപോളജിക്കൽ തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് റിലീജിയൻ. വേറെ ആന്ത്രോപോളജിക്കൽ തിയറീസിൽ എങ്ങനെയാണ് മതം ഒറിജിനേറ്റ് ചെയ്ത് വന്നു എന്നുള്ളത്. ബാക്കി എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് ആനിമിറ്റിസവും മനയും. ആനിമിറ്റിസം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കണം, കാരണം നേരത്തെ നമ്മൾ പഠിച്ച ആനിമിസം ആണ്. ആനിമിസം, ആനിമിറ്റിസം രണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ നമ്മൾ വാക്ക് രണ്ടും ശ്രദ്ധിക്കണം എഴുതുമ്പോൾ. ഓക്കെ, അപ്പൊ ആനിമിറ്റിസം എന്ന് പറയുന്നത് അനിമിസം ആയിട്ട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു വാക്കാണ്. അതുപോലെ തന്നെ തിയറി ഓഫ് മന എന്ന് പറയുന്നത് ഒരു പവറാണ്. അതായത് മനാൽ എന്താണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു മന്ത്രവാദി, ഫോർ എക്സാമ്പിൾ എടുത്ത് നമുക്ക് പറയാം, അപ്പം കുറച്ചും കൂടെ വേഗം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഒരു മന്ത്രവാദി ഉണ്ട്, മന്ത്രവാദിയുടെ അടുത്ത് പവർ ഉണ്ടെന്നാണ് പറയാം. അപ്പൊ ഇയാള് ഈ പവർ ഉള്ളത് കൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാരിലും ഇയാൾ പവർഫുൾ ആണ്. അതായത് അല്ലെങ്കിൽ രാജാവ് എടുക്കുകയാണെങ്കിൽ പണ്ടത്തെ സമൂഹത്തിലൊക്കെ, പണ്ടത്തെ ഈജിപ്ഷ്യൻ സമൂഹത്തിലൊക്കെ രാജാവ് ദൈവത്തിന് അടുത്ത ആളെന്നായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെക്കാളും ഇയാള് പവർഫുൾ ആണെന്നുള്ളത് വിശ്വാസം വരെയാണ്. അപ്പോ ഈ ഒരു ഗോഡ്ലി പവേഴ്സ് സെർട്ടൈൻ ആൾക്കാരിലുണ്ട്, അല്ലെങ്കിൽ ഇത് കുറച്ച് ആൾക്കാരിലുണ്ട്, അവര് ബാക്കിയുള്ളവരെക്കാളും പവർഫുൾ ആണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതാണ് മന പവർ എന്ന് പറയുന്നത്. അടുത്തതാണെങ്കിൽ അനദർ തിയറി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് നാച്ചുറിസം ആണ്. നാച്ചുറിസം എന്ന് പറയുന്നത് ഫോഴ്സസ് ഓഫ് നേച്ചർ, നേച്ചറിലുള്ള ഫോഴ്സസിനെയൊക്കെ ആരാധിക്കുകയാണ്. ഇതാണ് നാച്ചുറിസം. അതായത് നേച്ചറിൽ നമുക്ക് അതായത് ഇടി ഒക്കെ എക്സാമ്പിൾ ആയിട്ട് അതിന് പറയാൻ പറ്റും. ഇടിയും മിന്നലൊക്കെ വരുമ്പോൾ നമ്മൾ കുറെ ആൾക്കാർ മരിക്കുന്നതൊക്കെ കാണുമ്പോൾ അതായത് നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുക. അതുപോലെ സൂര്യഭഗവാൻ, അങ്ങനത്തെ ആ ഒരു നേച്ചറിൽ കാണുന്ന സംഭവങ്ങളെയൊക്കെ നമ്മൾ ആരാധിക്കുകയാണ്. അതാണ് നാച്ചുറിസം ആയിട്ട് പറയുന്നത്. ഇൻ ദി കണ്ടംപ്ലേഷൻ ഓഫ് നേച്ചർ, human beings could have regarded each natural phenomenon to have a soul and character like humans. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യനെ പോലെ തന്നെ ആത്മാവും എല്ലാം ഉള്ളൊരു സംഭവമായിട്ട് പ്രകൃതിയിലെ ഓരോ എലമെന്റിനെയും കാണാണ് മനുഷ്യൻ. അങ്ങനെയാണ്, അതാണ് ഈ നാച്ചുറിസം പറയുന്നത്. അപ്പൊ നമ്മള് അപ്പോ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് മരത്തിനൊന്നും കാടൊന്നും നശിപ്പിക്കില്ല, കാരണം പ്രകൃതിയുടെ തന്നെ ഭാഗമാണ്, നമ്മുടെ തന്നെ ഭാഗമാണ്, നമ്മൾ ആരാധിക്കുന്ന ഒരു സംഭവമാണെന്നുള്ള കാര്യം നശിപ്പിക്കാനൊന്നും ശ്രമിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് ഈ ഒരു ഫോംസിനൊക്കെ. നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ആദ്യം ടൈലറിന്റെ ആനിമിസം നോക്കി, പിന്നെ സ്പെൻസർ എന്താണ് പറഞ്ഞത്? ഫിയർ ഓഫ് ഗോസ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ആരായിരുന്നു? മാക്സ് മുള്ളർ പറഞ്ഞ എന്താണ്? ലാംഗ്വേജിന്റെ ബേസിലാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ അനിമിറ്റിസം ആൻഡ് മന എന്താണെന്ന് നോക്കി. പിന്നെ നാച്ചുറിസം. അപ്പൊ ഈ ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ഒറിജിൻ തിയറീസ്, എങ്ങനെ മതം ആന്ത്രോപോളജിക്കലി സമൂഹത്തിൽ ഒറിജിനേറ്റ് ചെയ്ത് വന്നു എന്നുള്ളതിന് ഈ ഒരു 5 കാര്യങ്ങളുടെ ബേസിലാണ് നമ്മൾ നോക്കിയത്. അപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത ടോപ്പിക്കിലോട്ട് വന്നിട്ടാണ്. മാജിക് ആൻഡ് റിലീജിയൻ ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് എടുക്കുന്നത് ജെയിംസ് ഫ്രേസറിന്റെ വേർഡ്സും അല്ലെങ്കിൽ അയാളുടെ വർക്കും വെച്ചിട്ടാണ് നമ്മൾ അദ്ദേഹം എങ്ങനെയാണ് മാജിക്കിനെയും റിലീജിയനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഹിം വാട്ട് ഇസ് മാജിക് ആൻഡ് വാട്ട് ഇസ് റിലീജിയൻ, ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ജെയിംസ് ഫ്രേസറിന്റെ ബുക്കായിട്ടുള്ള ഗോൾഡൻ ബൗ, ഈ ബുക്കിലാണ് ഇദ്ദേഹം ഇതിനെ കുറിച്ചിട്ടൊക്കെ, അതായത് നോൺ വെസ്റ്റേൺ ആയിട്ടുള്ള റിലീജിയൻസിനെ കുറിച്ചിട്ട്, അതായത് യൂറോപ്പിന്റെ പുറത്തുള്ള രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന റിലീജിയൻ, അതായത് ക്രിസ്ത്യാനിറ്റിക്ക് പുറത്തുള്ള റിലീജിയൻസ് എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് അവരുടെ തോട്ട്സ് എന്തൊക്കെയാണ്, പ്രാക്ടീസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം തന്റെ ഗോൾഡൻ ബൗ എന്നുള്ള ബുക്കിൽ ഫ്രേസർ സംസാരിക്കുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രേസറിന്റെ അക്കോർഡിംഗ് ടു ഫ്രേസർ മാജിക് ആണ് റിലീജിയനെക്കാളും മുമ്പ് വന്നതെന്നാണ് ആര് പറയുന്നത്? ഫ്രേസർ പറയുന്നത്. അപ്പോൾ ആദ്യം ഹ്യൂമൻ എക്സിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ബൈ മാജിക് ആണ്, പിന്നെ റിലീജിയൻ വരുന്നു, അതിനുശേഷം സയൻസ് വരുന്നു. അങ്ങനെയാണ് ആര് പറയുന്നത്? ഫ്രേസർ പറയുന്നത്. അപ്പൊ ആദ്യം മാജിക് ആണ് എടുക്കുന്നത്, പിന്നെ റിലീജിയൻ ആയിട്ട് അത് മാറുന്നു, പിന്നെ എവല്യൂഷനിൽ കൂടെ സയന്റിഫിക് ആയിട്ടുള്ള തിങ്കിങ്ങും അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഫോമിലോട്ട് മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഫ്രേസർ രണ്ടും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നുണ്ട്. മാജിക്കും റിലീജിയനും തമ്മിൽ ഡിഫറൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആദ്യം മാജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വേർഡർലി, റിലീജിയൻ അതർ വേർഡർലി. അതായത് മാജിക് സംസാരിക്കുന്നത് നമ്മുടെ കണ്ടംപററി ഇവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ റിലീജിയൻ എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല,
അതായത് റിലീജിയന് ഇഹം മാത്രമല്ല പരം ലോകവും ഉണ്ട്. അതായത് ഇവിടെയും ഉണ്ട്, മറ്റൊരു ലോകമുണ്ട്, ആഫ്റ്റർ എർത്തും കൂടെ സംസാരിക്കുന്ന ഒരു സംഭവമാണ് റിലീജിയൻ എന്ന് പറയുന്നത്. പക്ഷെ മാജിക്കിൽ ആ ഒരു സംഭവം ഇല്ല. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ അറൌണ്ട് അസ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നടക്കുന്ന എന്തൊക്കെയാണ്, അതിനെ ചുറ്റിപ്പറ്റിയാണ് മാജിക് വർക്ക് ചെയ്യുന്നതും അത് അങ്ങനെയാണ് നടക്കുന്നതും. അടുത്തത് പ്രാഗ്മറ്റിക് റിലീജിയൻ ആണെങ്കിൽ നോൺ പ്രാഗ്മറ്റിക്. പ്രാഗ്മറ്റിക് എന്ന് പറയുന്നത് പ്രായോഗികത എന്ന് പറയുന്നത്. അതായത് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങളെ കണക്കാക്കുന്നതാണ് മാജിക്കിൽ നടക്കുന്നത്. പക്ഷെ റിലീജിയനിൽ അങ്ങനെയല്ല, നോൺ പ്രാഗ്മറ്റിക് ആണ്. പ്രായോഗികതയെക്കാളും വിശ്വാസത്തിൽ ഊന്നിയുള്ള, അല്ലെങ്കിൽ വിശ്വാസത്തിൽ കൂടെ എന്തും മാറ്റാം എന്നുള്ള ഒരു നോൺ പ്രാഗ്മറ്റിക് ആയിട്ടുള്ള ഒരു ഫോം ആണ് നമുക്ക് റിലീജിയനിൽ കാണാനായിട്ട് പറ്റുന്നത്. മാജിക് ആണെങ്കിൽ ബേസ്ഡ് ഓൺ നോളേജ് ആണ്, അറിവിന്റെ ബേസിൽ, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന അറിവിന്റെ ബേസിസിലാണ് മാജിക് വർക്ക് ചെയ്യുന്നത്. വേറാസ് നമ്മൾ റിലീജിയനിലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ടോട്ടലി ബേസ്ഡ് ഓൺ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ബേസിസിലാണ് എന്ത് നടക്കുന്നത്, റിലീജിയൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് വെൻ വി കം ടു മാജിക്, അടുത്തത് മാജിക്കിലോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റാഷണൽ ആണ് മാജിക്. മനുഷ്യന്റെ യുക്തിക്ക് അനുസരിച്ചാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ യുക്തിക്ക് അനുസരിച്ചാണ് മനുഷ്യൻ കാര്യങ്ങൾ കാണിക്കുന്നത്. പക്ഷെ നമ്മള് റിലീജിയനിലോട്ട് പോവാണെങ്കിൽ കുറച്ചും കൂടെ ഇറാഷണൽ ആണ് റിലീജിയൻ. വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഫുള്ള് കുറച്ചും കൂടെ ഇറാഷണൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, റിലീജിയനിൽ കാണാനായിട്ട് പറ്റുക. മാജിക് ആണെങ്കിൽ സീക്സ് ടു കൺട്രോൾ, നമ്മുടെ കയ്യിൽ തന്നെയാണ് കൺട്രോൾ, നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതല്ലെങ്കിൽ അത് നടത്തുന്ന ആളുടെ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന ആളുടെ കയ്യിൽ തന്നെയാണ് മാജിക്, ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് എന്നുള്ള, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ആ കൺട്രോൾ ടോട്ടലി ആരുടെ കയ്യിലാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന മനുഷ്യന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് സീക്സ് ടു കൺട്രോൾ ആണ്. മാജിക്കിൽ സംഭവിക്കുന്നത് സീക്സ് ടു കൺട്രോൾ ആണ്, കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കും. അതായത് ആരെങ്കിലും ഇപ്പൊ നമ്മളോട് മോശമായിട്ടൊക്കെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ റിലീജിയൻ, റിലീജിയനിൽ എന്താണ് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്സ് ടു പ്രൊപ്പിറ്റേറ്റ് ആണ്. അതായത് അവരെ കാം ചെയ്യാൻ നോക്കും. അതായത് പോട്ടെ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കും. അതായത് അവരെ നമ്മളെ കൺട്രോൾ അല്ല ചെയ്യുക, പകരം എന്താണ് പറയാ, പ്ലീസ് ചെയ്യാനായിട്ട് നോക്കും. അവരെ അനോയ് ചെയ്യുക, ആരെങ്കിലും നമ്മളെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുക, അങ്ങനെ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അവരെ ഭയങ്കര കാമാക്കി നല്ല രീതിയിലൊക്കെ ബിഹേവ് ചെയ്യും. അതാണ് പ്രൊപ്പിറ്റേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ആരെങ്കിലും ഡിസ്റ്റർബ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ നമ്മളുടെ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. മറ്റവിടെ ഒരു ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് റിലീജിയനിലുള്ളത്. പ്രൊപ്പിറ്റേറ്റ് ആണ് നടക്കുന്നത്. ഇപ്പുറത്തെ ആക്ഷൻ ആണ്, എന്താണെങ്കിലും ആക്ഷൻ ആണ് നടക്കുന്നത്, കാര്യം ചെയ്യാന്നുള്ളതാണ് ഇവിടെ. പക്ഷെ റിലീജിയനിലാണെങ്കിൽ പ്രെയർ ആണ് നടക്കുന്നത്. ആക്ഷനേക്കാളും കുറച്ചും കൂടെ ദൈവത്തിനോട് അടുക്കുന്നത് പ്രാർത്ഥനയിലൂടെ ദൈവം സാധിപ്പിച്ചു തരും. അങ്ങനത്തെ കുറച്ചും കൂടെ പ്രെയറിലാണ് റിലീജിയനിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ആര് പറഞ്ഞിട്ടുള്ളത്, ഫ്രേസർ, ജെയിംസ് ഫ്രേസർ പറഞ്ഞിട്ടുള്ള ഡിഫറൻസ് ഇതൊക്കെയാണ്. അതായത് മാജിക്കും റിലീജിയനും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് ഫ്രേസർ. നമുക്കിനി അടുത്ത പേജിലോട്ട് പോകാം. അപ്പൊ ഫ്രേസർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ഫ്രേസർ, അതായത് വൺ ക്യാൻ unearth the working of primitive mind by considering it follows the same principle of logic as modern humans. You can look for cause and effect relationship, അല്ലെങ്കിൽ ഒരു causal connection. എന്ന് വെച്ചാൽ എന്താണ് ഫ്രേസർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ മനുഷ്യരാണെങ്കിലും പ്രിമിറ്റീവ് മനുഷ്യരാണെങ്കിലും ഇന്നത്തെ മോഡേൺ മനുഷ്യരാണെങ്കിലും എന്താണ് നമ്മൾ അതിൽ നോക്കുന്നത്, ഒരു കോസ്, ഒരു എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഒരു കോസ് ഉണ്ടാവണം എന്നാണ് പറയുക. അല്ലെങ്കിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ, ഒരു കുഞ്ഞ് വീണു, അതൊരു എഫക്റ്റ് ആണ്. ആ വീഴാനുള്ള കോസ് എന്താണ്, ആ കുട്ടി ഓടിയാണ് വന്നത്. അപ്പൊ ഒരു എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിനൊരു കോസ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഏതൊരു കാര്യം നടക്കണമെങ്കിലും അതിനൊരു കോസൽ കണക്ഷൻ വേണം. കുറെ കാര്യങ്ങളിലാണ് ഇതിലോട്ട് ലീഡ് ചെയ്യാൻ. ഇപ്പൊ ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായി. ഫ്രഞ്ച് റെവല്യൂഷൻ ഒരു എഫക്റ്റ് ആയിട്ടാണ് വന്നത്. എന്തായിരുന്നു ഫ്രഞ്ച് റെവല്യൂഷന്റെ കോസസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക, അവിടുത്തെ ആൾക്കാർ പട്ടിണിയിലായിരുന്നു, അവിടെ ഇനീക്വാലിറ്റി ഉണ്ടായിരുന്നു ആ ഒരു സമൂഹത്തില്. അതുപോലെ തന്നെ അവിടെ ഫ്യൂഡലിസം ഭയങ്കര കൂടുതലായിരുന്നു. പള്ളി, ഇത് ചേർച്ചും അതൊക്കെയായിരുന്നു കൂടുതലും ആൾക്കാരെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾ പട്ടിണിയിലായിരുന്നു. ഈ കുറെ കോസസ് കൊണ്ടാണ് ഈ ഒരു എഫക്റ്റിലോട്ട് ലീഡ് ചെയ്തത്. അതുപോലെ ഒരു കോസൽ കണക്ഷൻ ആണെന്നാ പറയാ. അപ്പൊ അത് എവിടെയും ഉണ്ടായിരുന്നു, മാജിക്കലാണെങ്കിലും അത് കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മജീഷ്യൻസ് ടു ലുക്ക് ഫോർ കോസൽ കണക്ഷൻ ഇൻ ഓർഡർ ടു കൺട്രോൾ ദ ഫിനോമിന. അപ്പൊ ഏതൊരു ഫിനോമിനയും മനസ്സിലാക്കാനായിട്ട് അതിന്റെ പുറത്തൊരു കോസൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് മാജിക്കിലും പറയുന്നുണ്ട്. മജീഷ്യൻസും അത് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനെ പറയുന്നത് എന്താണ്, സിമ്പത്തറ്റിക് മാജിക് എന്നാണ് പറയാ. ഇത് പറഞ്ഞത് ആരാണ്, ഫ്രേസർ ആണ് ഈ ഒരു വേർഡ് കൊണ്ടുവരുന്നത്. സിമ്പത്തറ്റിക് മാജിക് എന്നാണ് പറയുന്നതിന്. അപ്പൊ കോസൽ കണക്ഷൻസിൽ കൂടെ നമുക്കൊരു ഫിനോമിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിനെ പറയുന്ന പേരാണ് സിമ്പത്തറ്റിക് മാജിക്. ആൻഡ് അടുത്ത പോയിന്റിലോട്ട് വരികയാണെങ്കിൽ,
രണ്ട് കൈൻഡ് ഓഫ് അസോസിയേഷൻസ് ഉണ്ട് നമുക്ക് ഈ കോസും എഫക്റ്റും മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ അറിയാനായിട്ട്, അല്ലെങ്കിൽ ഇതിലോട്ട് ലീഡ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് അസോസിയേഷൻസ് ആണുള്ളത്. ആദ്യത്തെ ലോ ഓഫ് സിമ്പത്തിയും രണ്ടാമത്തെ ലോ ഓഫ് കണ്ടേജിയനും. എന്തൊക്കെയാണ്? ലോ ഓഫ് സിമ്പതി ആൻഡ് സെക്കൻഡ് വൺ ഇസ് ലോ ഓഫ് കണ്ടേജിയൻ. അപ്പൊ ആദ്യത്തേതിൽ പറയുന്നത് മോർഫോളജിക്കൽ റിസംബ്ലൻസ് ആണ്. അതായത് ആദ്യത്തെ എന്ന് പറയുമ്പോൾ ലോ ഓഫ് സിമ്പതി. ലോ ഓഫ് സിമ്പതിയിൽ മോർഫോളജിക്കൽ റിസംബ്ലൻസ് കോസൽ റിലേഷൻഷിപ്പിനെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യും എന്നാണ് പറയുക. അപ്പോ കോസൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടർ ലീഡ്സ് ടു അനദർ അനദർ അനദർ. അപ്പൊ ഈ എല്ലാ പ്രോസസ്സും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും. അതായത് ഇത് ലീഡ് ടു ഇത്, ഇത് ലീഡ് ടു ഇത്, ഇത് ലീഡ് ടു ഇത്. കുട്ടി സ്പീഡിൽ വന്നപ്പോ ഓടി വന്നു, അത് കുറച്ച് സ്പീഡിലായിരുന്നു, അതുകൊണ്ട് തട്ടിമറിഞ്ഞ് വീണു എന്ന് പറയില്ല. അതുപോലെ ഇന്നതാണ് ഈ ഒരു എഫക്റ്റിലൂടെ ലീഡ് ചെയ്യുക. അതാണ് ആ ഒരു കോസൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു കോസൽ കണക്ഷൻ ഉണ്ടാകും ആദ്യത്തെ ലോ ഓഫ് സിമ്പതി ആണ്. അതായത് മോർഫോളജിക്കൽ റിസംബ്ലൻസ് ഉണ്ടാവുക, അതായത് ഒരു കലക്ടിവിറ്റി ഉണ്ടാവുക, ഒരു സമൂഹത്തിന്റെ സ്ട്രക്ചർ, ഒരു സൊസൈറ്റിയുടെ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന റിസംബ്ലൻസ് ആണ്. ഇത് കോസൽ റിലേഷൻഷിപ്പിലോട്ട് ലീഡ് ചെയ്യും എന്നാണ് ആദ്യത്തെ ലോ ഓഫ് സിമ്പതിയിൽ പറയുന്നത്. ആൻഡ് നമ്മൾ രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ ലോ ഓഫ് കണ്ടീജൻ. അതിനകത്ത് പറയുന്നത് ക്ലോസ് പ്രോക്സിമിറ്റി ആണ്, ഫിസിക്കൽ പ്രോക്സിമിറ്റി ആണ്. ഒരേപോലത്തെ ബിഹേവിയറിൽ അല്ലെങ്കിൽ ഒരേപോലത്തെ സംഭവം ഒരു കോസൽ റിലേഷൻഷിപ്പിനെ ലീഡ് ചെയ്യുന്നതാണ്. ഒരേപോലത്തെ ഫാക്ടേഴ്സ് ഒരുമിച്ച് ഇതാവുമ്പോൾ അതൊരു കോസൽ റിലേഷൻഷിപ്പ് അവരുടെ ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതൊരു കോസൽ റിലേഷൻഷിപ്പിലോട്ട് ലീഡ് ചെയ്യുന്നതാണ് എന്തിൽ പറയുന്നത്? സെക്കൻഡ് വണ്ണിലെ ലോ ഓഫ് കണ്ടീജനിൽ പറയുന്നത്. അപ്പൊ ഫ്രേസർ ഇനി ഇക്വേറ്റ് ചെയ്യാണ് ഏതിനെ? മാജിക്കും പ്രിമിറ്റീവ് സയൻസും. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രേസർ പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഇവല്യൂഷനിൽ ലാഡർ കയറുന്നതാണ്. അതായത് ആദ്യം വന്നത് മാജിക് ആണ്. മാജിക്കിൽ കുറച്ച് എവല്യൂഷൻസ് വന്നാണ് അത് റിലീജിയനിലോട്ട് ലീഡ് ചെയ്യുന്നത്. അതായത് ആദ്യം മാജിക് വന്നു, മാജിക്കിൽ കുറെ പ്രോസസ്സിൽ കൂടെ മാജിക് പോകുന്നുണ്ട്. അതായത് കുറച്ചും കൂടെ എവല്യൂഷൻ നടക്കുന്നുണ്ട് മാജിക്കിൽ. ആൻഡ് കുറച്ചും കൂടെ ഹയർ സ്റ്റേജ് ആയിട്ടുള്ള, അതായത് ഈ ഏരിയയിലത്തെ കുറച്ചും കൂടെ മുകളിലുള്ള പടവായിട്ടുള്ള ഇതിലോട്ട് കയറുകയാണ് മാജിക്. അങ്ങനെ അത് റിലീജിയൻ എന്നുള്ള സ്റ്റേജിലോട്ട് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മോഡേൺ സൊസൈറ്റിയിലോട്ട് വരുമ്പോൾ ഈ ഒരു സ്പിരിച്വാലിറ്റി ആണല്ലോ മതത്തിലുള്ളത്, ഈ ഒരു സ്പിരിച്വാലിറ്റിയും കാര്യങ്ങളാണല്ലോ. ഇതൊക്കെ സ്പിരിച്വാലിറ്റിനെ മാറ്റുന്ന എന്താണ്? റാഷണൽ തിങ്കിങ് വരികയാണ് കുറച്ചും കൂടെ. അതായത് മനുഷ്യന് കാര്യകാരണം അനുസരിച്ച് പ്രവർത്തിക്കുകയാണ്, റിഫ്ലെക്സിവിറ്റി വരികയാണ്. അതായത് തന്നെ റിഫ്ലക്ട് ചെയ്യാണ്. ഞാൻ ഇത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെ വരും എന്നുള്ളൊരു റിഫ്ലെക്സീവ് ബോധം വരികയാണ് മനുഷ്യന്റെ ഇടയിൽ. അപ്പൊ ഒരു റാഷണൽ ആയിട്ടുള്ള തിങ്കിങ് വരികയാണ്. അപ്പോ ഇതിന്റെ ടെക്നോളജി വന്നു, മനുഷ്യനേക്കാളും സുപ്പീരിയർ ടെക്നോളജീസ് ഫോം ചെയ്യാണ്. ഇതൊക്കെ കൊണ്ട് കോസൽ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ മാജിക്കിനെക്കാളും ഉയർന്നു വരികയാണ്. മാജിക്കിനെക്കാളും ഉയർന്ന് എന്തിൽ വന്നു? റിലീജിയനിൽ വന്നു, അതിനേക്കാളും ഉയർന്നു വരികയാണ്. അപ്പൊ അതൊരു സയന്റിഫിക് ആയിട്ടുള്ള ഇതിലോട്ട് വരികയാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക മോഡേൺ ആയിട്ടുള്ള വെസ്റ്റേൺ മെഡിസിൻസ് ഒക്കെ. വെസ്റ്റേൺ മെഡിസിൻസിൽ എന്തൊക്കെയാ പറയുന്നത്? ഒരു അസുഖം വന്നു, അപ്പൊ അത് മാജിക്കിൽ കൂടെയും പ്രാർത്ഥനയിലൂടെയും മാറ്റുന്നതിനേക്കാളും കറക്റ്റ് ആയിട്ടുള്ള ക്യൂവേഴ്സ്, മരുന്ന് കഴിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ട് ക്യൂർ ചെയ്യുക. അപ്പൊ അങ്ങനെ മാറാം എന്നുള്ളതായിട്ട് വന്നു. അതായത് അതിന്റെ എവല്യൂഷൻ ആണ് ഇവിടെ പറയുന്നത്. ആദ്യം മാജിക് ആയിരുന്നു, മാജിക് എന്നത് മതമായി, മതത്തിന് പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള ഇതിലോട്ട് സമൂഹം മാറി എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫ്രേസർ പറയുന്നത്. മോഡേൺ സൊസൈറ്റിയിലോട്ട് വരുമ്പോൾ എങ്ങനത്തെ എവല്യൂഷനിലേക്കൂടെ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ എവല്യൂഷൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത ടോപ്പിക്കിലോട്ട് പോയി, ദർക്കേം ആൻഡ് സാക്രഡ്. അപ്പൊ എമൽ ദുർക്കേം എങ്ങനെയാണ് സാക്രഡ് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് അദ്ദേഹം എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണൽ സ്കൂള് എത്നോഗ്രാഫിക് അപ്രോച്ചിലെ, അതായത് എത്നോഗ്രാഫിക് ആയിട്ടുള്ള ബേസിസിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരു നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷണൽ സ്കൂളിന്റെ ബേസിസിൽ നോക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എത്നോസെൻട്രിക് അപ്രോച്ച് ആണ്. അതായത് യൂറോപ്യൻ നേഷൻസ് അവരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്, അതായത് വെസ്റ്റേൺ ആയിട്ടുള്ള മതങ്ങളും വെസ്റ്റേൺ കൾച്ചറും ഒക്കെ ഏറ്റവും അടിപൊളിയാണ്, ബാക്കിയുള്ള എല്ലാ കൾച്ചറും ഭയങ്കര മോശമാണെന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതില്. സ്ട്രക്ചറൽ ഫങ്ഷണൽ സ്കൂളിന്റെ ബേസിസിലായിട്ട് അങ്ങനത്തെ ഒരു സംഭവം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരു 20ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടുകൂടെ ഈ ഒരു സംഭവം, ഈ എത്നോസെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച്, അതായത് എത്നോഗ്രാഫിക് സ്റ്റഡിയിൽ വരികയാണെങ്കിൽ എത്നോസെൻട്രിക് അപ്രോച്ചിന് കുറച്ചൊക്കെ മാറ്റം വരികയാണ്. എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൾച്ചറും ഒന്ന് മുകളിൽ അല്ലെങ്കിൽ ഒന്ന് താഴെ എന്നുള്ളതില്ല, അല്ലെങ്കിൽ എല്ലാ മതവിഭാഗത്തിന്റെ ഇതെടുത്ത് നോക്കുകയാണെങ്കിലും ഒരു മതവിഭാഗം വലുത് അല്ലെങ്കിൽ മറ്റൊന്ന് ചെറുത് എന്നുള്ള രീതിയിലല്ല, പകരം എല്ലാം തുല്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു കൾച്ചറൽ ചേഞ്ച് അവിടെ വരികയാണ്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്.
അതായത് ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിനേക്കാളും കുറവല്ല, അല്ലെങ്കിൽ മറ്റൊന്നിന്റെ ഫംഗ്ഷൻ മറ്റൊന്നിനേക്കാളും കൂടുതലല്ല എന്നുള്ള തരത്തിലല്ല. എല്ലാ ഫംഗ്ഷണൽ എല്ലാ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഫംഗ്ഷൻ സെയിം ആണ് അല്ലെങ്കിൽ തുല്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാവാണ് ഇത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടു കൂടെ. അപ്പൊ ആ ഒരു എത്രോസെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച് കുറഞ്ഞു വരിക എന്നുള്ളത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇവാൻസ് പ്രിച്ചാർഡ്. അപ്പൊ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഇവാൻസ് പ്രിച്ചാർഡ് ഫ്രേസറിന്റെ ഗ്രേഡിങ്, ഫ്രേസർ എങ്ങനെയാണ് ഗ്രേഡ് ചെയ്തത്? ആദ്യം മാജിക് വന്നു, റിലീജിയൻ വന്നു, സയൻസ് ഡെവലപ്പ് ചെയ്തു എന്നുള്ള രീതിയാണ്. അതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ആദ്യം ഫോം ചെയ്തത് റിലീജിയൻ ആണ്, പിന്നെ സയൻസ് വന്നു, ആൻഡ് ഇത് രണ്ടും കൂടെ ലീഡ് ചെയ്യുന്നതാണ് മാജിക്കിലോട്ട് എന്നുള്ളതാണ് ആര് പറഞ്ഞത്? ഇവാൻസ് പ്രിച്ചാർഡ് ഈ ഫ്രേസറിന്റെ ഗ്രേഡിങ്ങിനെ അങ്ങ് മാറ്റിയിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഗ്രേഡിങ് കൊണ്ടുവന്നു. അപ്പൊ ആദ്യം മതം വന്നു, സയൻസ് വന്നു, അത് മാജിക് ഉണ്ടാവാനായിട്ട് ലീഡ് ചെയ്തു എന്നുള്ള രീതിയിലോട്ടാക്കി ഇവാൻസ് പ്രിച്ചാർഡ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിനി ദർക്കീമിലോട്ട് പോകാം. നമ്മുടെ ദർക്കീമാണല്ലോ നമ്മുടെ മെയിൻ സെന്റർ ഇതിന്റെ. അപ്പോ ഈ ടോപ്പിക്കിന്റെ. അപ്പോ ദർക്കീം എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എന്നുള്ള ബുക്കിലാണ് അദ്ദേഹം എന്തിനെ കുറിച്ച് പറയുന്നത്? മതം എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മതത്തിന് ഏറ്റവും എലമെന്ററി ഫോം ഓഫ് റിലീജിയൻ എന്താണ്, വളരെ റിലീജിയൻ ഏത് പ്രിമിറ്റീവ് സൊസൈറ്റി, അതായത് പണ്ട് ആദിമ സമൂഹങ്ങളിലൊക്കെ വളരെ സിംപ്ലസ്റ്റ് ഫോമിലാണ് മതം കണ്ടിരുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നത് ഈ ഒരു ബുക്കിലാണ്. അതായത് എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എന്ന് പറയുന്ന എമൽ ദുർക്കീമിന്റെ ബുക്കിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അരുന്ത എന്ന് പറഞ്ഞ ഒരു ട്രൈബൽ ഗ്രൂപ്പിനെയാണ് കേട്ടോ. അപ്പോ ലൈഫ് ഓൾമോസ്റ്റ് ബിക്കം ദി ബൈബിൾ ഫോർ ദി ആന്ത്രോപോളജിക്കൽ സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ഓഫ് റിലീജിയൻ. അപ്പൊ ഈ ബുക്കാണ് ഈ ആന്ത്രോപോളജിക്കൽ ആയിക്കോട്ടെ സോഷ്യോളജിക്കൽ ആയിക്കോട്ടെ സ്റ്റഡീസിന്, മതത്തിനെ കുറിച്ചുള്ള റിലീജിയനെ കുറിച്ചുള്ള ഏത് തരത്തിലുള്ള പഠനത്തിനും ഒരു ബൈബിൾ, അതായത് ഒരു സെന്റർ ആയിട്ടുള്ള ബുക്കായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് ദർക്കീമിന്റെ എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എന്ന് പറയുന്ന ഈ ബുക്കാണ്. അപ്പോ ദർക്കീം അതുപോലെ തന്നെ ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? ടോട്ടമിസം ആണെന്നാണ്. നമ്മള് എങ്ങനത്തെ ഒറിജിൻസ് ഒക്കെ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനിമിസം എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാച്ചുറലിസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആനിമറ്റിസം പറഞ്ഞു, മന പറഞ്ഞു. അതൊക്കെ പോലെ തന്നെ ദർക്കീം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ടോട്ടമിസം ആണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള, അതായത് ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള റിലീജിയന്റെ ഫോം എന്ന് ദർക്കീം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ടോട്ടമിസം ആയിരുന്നു. അപ്പൊ നമുക്ക് ടോട്ടമിസം എന്താന്ന് നോക്കാം. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം അനലൈസ് ചെയ്യാണ് ടോട്ടമിക് റിച്വൽസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടം എന്ന് പറഞ്ഞ എന്താണ്? ഒരു സിംബലോ ഒരു ആനിമലോ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുണ്ടാവും ഒരു ക്ലാനിനോ ഒരു ഗ്രൂപ്പിനോ ഒക്കെ. അപ്പൊ ആ ഒരു ഗോത്രത്തിന് അവരുടേതായിട്ടുള്ള ഒരു സിംബൽ ഉണ്ടാവും. അപ്പൊ ഇവർ ഈ സിംബലിനെ ആരാധിക്കുകയും വർഷിപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് ആ ഒരു സിംബലിന്റെ കീഴിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും. ഇവർ ആ ഒരു ക്ലാനിന്റെ ബേസിൽ ജീവിക്കുകയും അവർ ഇതിനെ ആരാധിക്കുകയും ജീവിച്ചു പോകുന്നതാണ്. അതിനെയാണ് നമ്മൾ ടോട്ടം എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടമിക് റിച്വൽസ്, ഈ ടോട്ടത്തിനെ ആരാധിക്കും അങ്ങനത്തെ റിച്വൽസ് ഒക്കെ നടക്കുമല്ലോ, ഈ ആഘോഷങ്ങളൊക്കെ, അതൊരു കളക്റ്റീവ് ആയിട്ടുള്ള റിച്വൽ ആയിരിക്കും. അതായത് ആ ഒരു ഗ്രൂപ്പിന് കീഴിലുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് ഒത്തുചേർന്നിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അവിടെ ഫോം ചെയ്യുന്ന എന്താണ്? ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഇവരുടെ ഇടയിൽ വരികയാണ്. അതായത് ഒരു ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ഇവരുടെ ഇടയിൽ വരും. അതുപോലെ ഒരു വി ഫീലിംഗ്, നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്നുള്ളൊരു ഞാൻ എന്നുള്ളത് പോയിട്ട് നമ്മൾ എന്നുള്ള ഒരു ഫീലിംഗ് വരികയാണ്. ഒരു വി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് പറയും. നമ്മളാണ്, നമ്മളൊരു കൂട്ടമാണ്, നമ്മളെല്ലാം എന്റെ ആൾക്കാരാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് വരും. ഈ ഒരു സിംബലിന്റെ അല്ലെങ്കിൽ ഈ ഒരു എംബ്ലത്തിന്റെ കീഴിലായിരിക്കും ഈ ഒരു ക്ലാൻ അല്ലെങ്കിൽ ഈ ഒരു ഗോത്രം ഉണ്ടാവുക. അപ്പൊ ഈ ഗോത്രത്തിന്റെ ഇടയിൽ ഒരു ഷെയർഡ് വാല്യൂസ് ഉണ്ടാവും. ഇവർക്ക് മാത്രമായിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവർ ഷെയർ ചെയ്തണം ഇവരുടെ ഇടയിൽ തന്നെ. അതുപോലെ തന്നെ സാക്രഡ് ഇസ് ഡിഫൈനിങ് ആസ് സംതിങ് ആസ് അപ്പാർട്ട് ദ ഫോർബിഡൻ. അതായത് ഇവര് സാക്രഡ് അക്കോർഡിംഗ് ടു ദർക്കീം, സാക്രഡ് എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പറയുന്നത്. അതായത് നമ്മള് സാധാരണയായിട്ട് എടുക്കാത്ത കുറച്ചും കൂടെ ഒരു വേർഷിപ്പ് ചെയ്യുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവിടെ സാക്രഡ് എന്നുള്ളതിനെ കണക്കാക്കുന്നത്. അപ്പോ ഒരു ടോട്ടത്തിന്റെ എംബ്ലത്തിനെയോ സിംബലിനെയോ ഒക്കെ ഭയങ്കര സാക്രഡ് ആയിട്ട്, ഭയങ്കരമായിട്ട് ഒരു പരിശുദ്ധമായിട്ടുള്ള സംഭവമായിട്ടാണ് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കണക്കാക്കുക എന്നാണ് ആര് പറയുന്നത്? ദർക്കീം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമ്മള് ഫങ്ഷണൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിലീജിയൻ ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് റാറ്റ്ക്ലിഫ് ബ്രൗൺ ആണ്. അപ്പൊ റാറ്റ്ക്ലിഫ് ബ്രൗൺ എങ്ങനെയാണ് റിലീജിയനെ ഫങ്ഷണൽ ആസ്പെക്റ്റുകൾ മനസ്സിലാക്കുന്നത്, അതായത് റിലീജിയൻ എത്രത്തോളം നമ്മുടെ സമൂഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രോഗ്രസിന്, അല്ലെങ്കിൽ റിലീജിയൻ എത്രത്തോളം അവിടെ സോഷ്യൽ കൊഹേഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഫങ്ഷണൽ ഇന്റർപ്രിട്ടേഷനിൽ കൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം റാറ്റ്ക്ലിഫ് ബ്രൗണിന്റെ നോക്കുകയാണെങ്കിൽ, റാറ്റ്ക്ലിഫ് ബ്രൗൺ അദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്ക് നടത്തിയിട്ടുള്ളത് പോളിനേഷ്യയിലാണ്.
ആൻഡ് അദ്ദേഹം പോളിനേഷ്യയിലെ ഫീൽഡ് വർക്കിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അല്ലെങ്കിൽ എത്തരത്തിലാണ് റിലീജിയൻ സമൂഹത്തെ ഫങ്ഷണലി ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സിന് ഫങ്ഷണൽ ഡെവലപ്മെന്റിന് എങ്ങനെയാണ് റിലീജിയൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോ അണ്ടർസ്കോർസ് ഇറ്റ് റോൾ ഇൻ റെഗുലേറ്റിംഗ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് മെയിൻറ്റെയിനിങ് സോഷ്യൽ കൊഹേഷൻ. അതായത് ഒരു സോഷ്യൽ ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോ ഒരു സമൂഹത്തിൽ നമുക്ക് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ സെർട്ടൈൻ ബിഹേവിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത് ഉണ്ടാവുമല്ലോ. ആൾക്കാരോട് എല്ലാവരോടും നമുക്ക് ഹാർഷ് ആയിട്ടൊന്നും ബിഹേവ് ചെയ്തിട്ട് നമുക്കൊരു സമൂഹത്തിൽ ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ സോഷ്യൽ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് റിലീജിയൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നാണ് ആര് പറയുന്നത്? റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ കൊഹേർഷൻ, അതായത് ആളുകൾ തമ്മിലുള്ള ഒരു കൊഹേഷൻ അല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ആ ഒരു ടുഗദർനെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റിലീജിയൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ആര് പറയുന്നത്? റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. അതുപോലെ തന്നെ ബൈ എൻഫോഴ്സിങ് ടാബൂസ് ഇൻഡിവിജ്വൽസ് ആർ മെയ്ഡ് കോൺഷ്യസ് ഓഫ് ദർ സോഷ്യൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പോലെ സെർട്ടൈൻ ടാബൂസ് ഉണ്ടാവുമല്ലോ. അതായത് ഇന്നൊന്നും പറയരുത്, അങ്ങനത്തെ കുറച്ച് ടാബൂസ് ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ടാവും, നിലനിൽക്കുന്നുണ്ടാവും റിലീജിയന്റെ ബേസിസിൽ. അങ്ങനെ റിലീജിയൻ കാരണം മെയിൻറ്റെയിൻ ആയിട്ട് വന്ന ചില ഈ ടാബൂസ് ഒക്കെ കാരണം സോഷ്യൽ റോൾസും അതായത് സൊസൈറ്റിയിലുള്ള റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഇൻഡിവിജ്വൽസിനെ, സൊസൈറ്റിയിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആ ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യാൻ പറ്റും? കോൺഷ്യസ് ആയിരിക്കും. എല്ലാവരും അതിനെക്കുറിച്ച് വളരെ നല്ലൊരു ബോധം ഉണ്ടായിരിക്കും. നമ്മുടെ സോഷ്യൽ റോൾ എന്താണ്? ഇപ്പൊ ആസ് എ സോഷ്യൽ ആക്ടർ, ഒരു അമ്മ എന്ന നിലയിൽ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണം, അങ്ങനത്തെ അമ്മയുടെ ഒരു സോഷ്യൽ റോൾ ഉണ്ട്. അതുപോലെ ടീച്ചർ ഒരു സോഷ്യൽ റോൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കും? റിലീജിയൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നാണ് ആര് പറയുന്നത്? റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. അപ്പൊ ഈവൻ നമ്മൾ തമ്മിലൊരു ആളുകൾ തമ്മിലൊരു ബയോളജിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവണമെന്നില്ല. ഒരു രക്തബന്ധം ഇല്ലെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഈ ഒരു റോള് ഞാൻ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു തരത്തിലുള്ള ഒരു കോൺഷ്യസ്നെസ് സോഷ്യൽ ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ ഉണ്ടാവും എന്നാണ് ആര് പറയുന്നത്? റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. അല്ലെങ്കിൽ റിലീജിയൻ അത് കൊണ്ടുവരും എന്നാണ് പറയുന്നത് റാഡ്ക്ലിഫ് ബ്രൗൺ. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. അതുപോലെ തന്നെ റാഡ്ക്ലിഫ് ബ്രൗൺസ് അനാലിസിസ് ഓഫ് റിച്വൽസ് ഷെയർസ് സിമിലാരിറ്റീസ് വിത്ത് ദർക്കെയിംസ് പെർസ്പെക്ടീവ്സ്. അതുപോലെ തന്നെ എമൽ ദർക്കെയുമായിട്ടും ഇദ്ദേഹം ഒരു ക്ലോസ് ആയിട്ടുള്ള പ്രോക്സിമിറ്റി വെക്കുന്നുണ്ട്, അഥവാ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അതായത് ഒരു റിച്വലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഒരു റിലീജിയന്റെ പരമായിട്ടുള്ള ഒരു ആഘോഷമൊക്കെ നടക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വരിക, അല്ലെ? ഒരു കളക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആണ് നടക്കുന്നത്. എല്ലാരും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഇപ്പോ ഗുരുദ്വാരകളിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ചാണ് കുക്ക് ചെയ്യുക ഫുഡ് അവിടെ. അപ്പൊ അവിടെ ഒരു ജാതി ഭേദം അല്ലെങ്കിൽ പൈസക്കാരനാണ് പാവപ്പെട്ടനാണെന്നുള്ളതൊന്നും ഇല്ലാതെ എല്ലാവരും തമ്മിലൊരു ഇനീക്വാലിറ്റി ഇല്ലാത്ത തരത്തിലൊരു സോഷ്യൽ സോളിഡാരിറ്റി വരുന്നുണ്ട് അവിടെ എന്നുള്ളതാണ് പറയുന്നത്. അതായത് എല്ലാവരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും. അവിടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ആളുകളുടെ ഇടയിൽ മെയിൻറ്റെയിൻഡ് ആയി വരും എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞത്? റാഡ്ക്ലിഫ് ബ്രൗൺ. ഇതേ കാര്യം തന്നെ എമൽ ദുർക്കിയും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു സിമിലാരിറ്റി വരികയാണ് ഈ ഒരു ആശയത്തിന്റെ പേരിൽ. So rituals plays a crucial role in highlighting significant social relationship. അതുപോലെ തന്നെ റിച്വൽസ്, പലതരത്തിലുള്ള ആഘോഷങ്ങളും അതുപോലെ തന്നെ റിലീജിയന്റെ ബേസിസ് നടക്കുന്നതൊക്കെ എന്ത് കൊണ്ടുവരുന്നുണ്ട്? ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ്, ആളുകളുടെ ഇടയിൽ സാമൂഹികപരമായിട്ടുള്ള വളരെയധികം നല്ല ബന്ധം സ്ഥാപിക്കുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ടെന്നാണ് പറയാം. മാരേജ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, ഇനീസിയേഷൻ ഇൻടു അഡൾട്ട്ഹുഡ് ആയിക്കോട്ടെ, അതുപോലെ ചൈൽഡ് ബർത്ത്, അതായത് ഒരു കല്യാണം ആയിക്കോട്ടെ, ഒരു വീട്ടിൽ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് എല്ലാം കൂടെ മെയിൻറ്റെയിൻ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് ആളുകളിൽ കൂടുന്നുണ്ട്. ഒരു മരണ വീട്ടിലാവട്ടെ എല്ലാവരും ഇതുപോലെ വരുന്നുണ്ട്. അതുപോലെ ഇനീസിയേഷൻ ഇൻടു അഡൾട്ട്ഹുഡ് അതെന്നൊക്കെ പറയുമ്പോൾ പ്രായപൂർത്തിയാവുക, അത് പ്രത്യേകിച്ച് പെൺകുട്ടികളിലാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ വെക്കുക, പ്രായപൂർത്തിയാകുമ്പോഴുള്ള ഫംഗ്ഷൻസ് ഒക്കെ വെക്കുമ്പോൾ. അതുപോലെ തന്നെ ഒരു ചൈൽഡ് ബർത്ത്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, അപ്പൊ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട് ആ ഒരു ഇതില്. അപ്പോ ഇങ്ങനത്തെയൊക്കെ ട്രാൻസിഷൻസ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഒരു സോഷ്യൽ റോളുകൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആളുകൾ തമ്മിലൊരു സോഷ്യൽ സോളിഡാരിറ്റി കൊണ്ടുവരാനും വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് മലിനോസ്കിയിലോട്ട് പോകാം. മലിനോസ്കി എന്താണ്?
പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് റിലീജിയന്റെ ഫങ്ഷണൽ ആസ്പെക്റ്റുകൾ, സൊസൈറ്റിയിൽ റിലീജിയൻ എത്രത്തോളം സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മലിനോസ്കി എന്താണ് പറയുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു മലിനോസ്കി പറയുന്നത് മനുഷ്യന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള നീഡുകൾ അത് നമുക്ക് ഈ നമ്മളെ മതത്തിലോട്ട് വരുന്നത് വഴി കുറെയൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതായത് മലിനോസ്കിക്ക് അദ്ദേഹം പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെന്റേർഡ് ടു സം എക്സ്റ്റെന്റ് അറൌണ്ട് ദി സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള നീഡുകൾ, എനിക്ക് വളരെയധികം വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് റിലീഫ് കിട്ടുമായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ മലിനോസ്കി ഇതിനെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്ക് ആയിട്ടുള്ള കോറ ഗാർഡൻസ് ആൻഡ് ദർ മാജിക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്ക് ഉണ്ട്. അതിലാണ് മലിനോസ്കി എന്ത് പറയുന്നത്, സൈക്കോളജിക്കൽ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് റിലീജിയന് സാധിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്, മലിനോസ്കി പറയുന്നത്. അത് റിലീജിയന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മലിനോസ്കി ഡിസ്റ്റിങ്വിഷസ് മാജിക് ഫ്രം റിലീജിയൻ നോട്ട് ബൈ ഇറ്റ്സ് മെത്തേഡ്സ് ബട്ട് ബൈ ഇറ്റ്സ് ഗോൾസ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രേസറെ മാജിക്കും റിലീജിയനും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നോക്കിയായിരുന്നു. അതുപോലെ തന്നെ മലിനോസ്കിയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്, റിലീജിയനും മാജിക്കും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട് ആര്, മലിനോസ്കി. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെത്തേഡ്സിന്റെ ബേസിസിലാണ് അദ്ദേഹം എന്ത് പറയുന്നത്, മെത്തേഡ്സിന്റെ ബേസിസിലല്ല, ഗോളിന്റെ ബേസിലാണ് അദ്ദേഹം അത് പറയുന്നത്. അതുപോലെ തന്നെ മലിനോസ്കി എന്ത് ചെയ്യുന്നുണ്ട്, മാജിക്കിനെയും റിലീജിയനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്. മുമ്പ് ഫ്രേസർ ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്തായിരുന്നു, അതുപോലെ തന്നെ മലിനോസ്കിയും ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്, മാജിക്കും റിലീജിയനും. അതായത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ രണ്ടും എന്തിന്റെയൊക്കെ ബേസിലാണ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ആര് പറയുന്നുണ്ട്, മലിനോസ്കി ഇവിടെ പറയുന്നുണ്ട്. മലിനോസ്കി ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് ഗോളിന്റെ ബേസിലാണ്. അതായത് അൾട്ടിമേറ്റ് ഗോൾ, ഇതിന്റെ അവസാനം നമ്മൾ എന്തിലോട്ടാണ് ചെന്നെത്തുന്നത് എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ എന്ത് നേടാനായിട്ടാണ് നമ്മൾ ഇതിലോട്ട് വരുന്നത് എന്നുള്ളതിന്റെ ബേസിസിലാണ് ആര് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്, മലിനോസ്കി ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. മെത്തേഡ്സിന്റെ ബേസിലല്ല, ഗോളുകളുടെ ബേസിലാണ് ആര് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആര് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, മലിനോസ്കി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ മലിനോസ്കി പറയുന്നത് റിലീജിയന്റെ ഗോൾ എന്ന് പറയുന്നത് പയസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ഗോൾ ആണ് എന്തിനുള്ളത്, റിലീജിയൻ ഉള്ളത്. പക്ഷെ മാജിക് എന്ന് പറയുന്നത് പ്രൊഫൈൻ ആണ്, സാധാരണ ആയിട്ടുള്ള ഒരു ഗോളിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് റിലീജിയൻ ചിലപ്പോൾ നമുക്ക് മോക്ഷത്തിനോ മുക്തിക്കോ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ ലൈഫ് ബിലീഫ്സിന് വേണ്ടിയിട്ടുള്ളതാണ് റിലീജിയൻ. പക്ഷെ മാജിക് എന്ന് പറയുന്നത് വളരെ പ്രൊഫൈൻ ആയിട്ടുള്ള, അതായത് സാധാരണമായിട്ടുള്ള മെറ്റീരിയൽ തിങ്സിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും മാജിക് എന്ന് പറയുന്നതെന്നാണ് ആര് പറയുന്നത്, മലിനോസ്കി പറയുന്നത്. ആൻഡ് ഇതിന്റെ ബേസിലാണ് മലിനോസ്കി മാജിക്കിനെയും റിലീജിയനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് മറ്റൊന്നിനെ ഒന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് മലിനോസ്കി പറയുന്നത് ഗോൾസിന്റെ ബേസിസിലാണ് എന്നാണ് ഇവിടെ ആര് പറയുന്നത്, മലിനോസ്കി സംസാരിക്കുന്നത്. അതുപോലെ തന്നെ മലിനോസ്കി ഇവിടെ ഇൻഡിവിജ്വൽ സൈക്കോളജിക്കൽ നീഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്. അപ്പോ അഫ്കോഴ്സ് സൊസൈറ്റൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട് റിലീജിയന്, എന്നിരുന്നാൽ കൂടിയും എന്താണ് സൈക്കോളജിക്കൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുണ്ട് എന്ത്, റിലീജിയൻ എന്നാണ് ഇവിടെ മലിനോസ്കി പറയുന്നത്. അതുപോലെ തന്നെ മാജിക്കൽ ബിലീഫുകൾ, അല്ലെങ്കിൽ മാജിക്കിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ മാജിക്കിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്മെമ്മോറൽ ആയിട്ട്, അതായത് മനുഷ്യന്റെ സംസ്കാരവും മനുഷ്യന്റെ ചരിത്രവും ഒക്കെ വരുന്ന കാലത്തോളം തന്നെ പഴക്കം ചെന്നതാണ് എന്ത്, മാജിക്കിന്റെ കാര്യങ്ങളും മാജിക്കൽ ബിലീഫുകളും. അങ്ങനത്തെ, അതായത് മനുഷ്യന് പറ്റുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന് അതീതമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ബിലീഫ് ഇൻ മാജിക് എന്ന് പറയുന്നത് വളരെയധികം ഡീപ്പ് റൂട്ടഡ് ആയിട്ട് നമ്മുടെ ഹ്യൂമൻ കൾച്ചറിലും അല്ലെങ്കിൽ ഹ്യൂമൻ ഹിസ്റ്ററിയിലും ഒക്കെ കാണാൻ പറ്റും എന്നാണ് ഇവിടെ മലിനോസ്കി പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ പാർട്ട് 1. നമ്മുടെ പാർട്ട് 1 ഏകദേശം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കിനി പാർട്ട് 2 കാണാം. ഇതിന്റെ ബാക്കി റെസ്റ്റ് ഓഫ് ദി പാർട്ട് വിൽ ബി ഇൻ പാർട്ട് 2. ഓക്കെ, താങ്ക് യു ആൾ.